നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് പിഗ്മെന്റേഷനും അതുപോലെ ഡിസ്കളറേഷൻ, നമ്മുടെ ഫേസിൽ അവിടെ ഇവിടെ ആയിട്ടുള്ള കളർ വ്യത്യാസങ്ങളില്ലേ, അതായത് മൗത്തിന് ചുറ്റും, നോസിന്റെ സൈഡിൽ, നെറ്റിയിൽ, അങ്ങനെ പല കളറുകളായിട്ടിരിക്കുന്നവർക്കും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മൾ കുറച്ച് ബ്രൈറ്റനിങ് ഫേസ് ഒക്കെ കുറച്ച് ബ്രൈറ്റ് ആയിരുന്നു, പക്ഷെ ഒരിടനെ എന്തോ പറ്റിയിട്ട് നമ്മൾ ഡള്ളായി പോയി എന്നൊക്കെ നമുക്ക് കമന്റ് വരാറുണ്ട്. സോ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ നിങ്ങളധികം കണ്ടിട്ടുണ്ടാവില്ല ഈ പാക്ക്, അങ്ങനത്തെ ഒരു പാക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് 2 നേരം ഉപയോഗിക്കണം, രാവിലെയും വൈകുന്നേരം. നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ, അതായത് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിസ്കളറേഷൻ, പിഗ്മെന്റേഷൻ അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവർക്ക് നമുക്ക് 2 നേരം ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് അത് പതുക്കേനെ നമുക്ക് തന്നെ അറിയാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും അതിങ്ങനെ റെഡ്യൂസ് ആയി വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഉപയോഗം വീക്കിലി ആദ്യം നമ്മൾ 1 നേരം ആക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീക്കിലി 1-2 തവണയാക്കിയിട്ട് കുറച്ച് കൊണ്ടുവരാം കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ഡെയിലി റുട്ടീനിൽ നമ്മൾ വീക്കിലി വൺസ് ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ള ഒരു കിഡിലൻ പാക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുക, അതൊക്കെ നമുക്ക് കാണാം. നമ്മുടെ പിഗ്മെന്റേഷൻ റിമൂവൽ പാക്കിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം നോക്കാം. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് വേണ്ടത് റോ ഇൻഗ്രീഡിയൻസ് ആണ്, അതായത് പൗഡർ അല്ലാത്ത ഇൻഗ്രീഡിയൻസ്, പൗഡർ ആക്കാത്ത മുഴുവനായിട്ടുള്ളത്. ആദ്യം വേണ്ടത് കടലപ്പരിപ്പാണ്. നമുക്ക് അങ്ങാടി ഷോപ്പിൽ നിന്ന് കിട്ടുമെന്ന് അറിയില്ല, നമുക്ക് ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിലോ പലചരക്ക് കടയിലൊക്കെ കിട്ടും കടലപ്പരിപ്പ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കടലമാവിൻ്റെ പരിപ്പില്ലേ, അതൊരു 1-1.5 സ്പൂണോളം നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചെറുപയറാണ്. അത് നമുക്കിപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടാവില്ല, അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട്. ചെറുപയർ പൊടിയല്ല, കടലമാവും അല്ല, ഇതിൻ്റെയൊക്കെ പരിപ്പുകളാണ് വേണ്ടത്. ചെറുപയറും നമ്മളൊരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞളാണ്. അപ്പോൾ എനിക്ക് നമ്മുടെ സാധാരണ കസ്തൂരി മഞ്ഞൾ അലർജി ആയതുകൊണ്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ നിലാസ് ഹെർബ്സിൻ്റെ ട്രീ ടെർമറിക് പൗഡറാണ്. അപ്പം അത് നല്ല റിസൾട്ട് ഉള്ളതാണ്. അത് ആവശ്യമുള്ളവർക്ക് നമ്മുടെ നിലാസ് കാർട്ടിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഗൂഗിളിൽ നിലാസ് കാർട്ട് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങാടി ഷോപ്പിൽ നിന്ന് പൗഡറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ വൈൽഡ് ടർമറിക്, അങ്ങനെ ഏതാ വേണ്ടത് വെച്ചാൽ അതെടുക്കാം. അപ്പോൾ ഇതിൽ മഞ്ഞൾ അലർജി ഉള്ളവർക്ക് മഞ്ഞൾ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മോരാണ്. അപ്പോൾ മോരാണ് ഏറ്റവും നല്ലത്. വീട്ടിൽ മോരില്ലാത്തതുകൊണ്ട് ഞാൻ തൈരാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മോര്, ഇപ്പം തൈര് കുറച്ചെടുത്ത് മിക്സിയിൽ അടിച്ചതിൻ്റെ ആ ഒരു നെയ്യിൻ്റെ അംശം, വെണ്ണയുടെ അംശം മാറ്റിയിട്ട് നമുക്ക് നല്ല ലൂസാക്കി മോരാക്കി എടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല, ജസ്റ്റ് കട്ട തൈര്. എനിക്ക് തൈര് വലിയ പ്രശ്നമില്ല. തൈര് അതുകൊണ്ട് തന്നെ ഫേസിലിടുന്നത് എനിക്ക് നല്ല എഫക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ടുമെന്ന് മാത്രം. ഒരു 2 സ്പൂണോളം, 2 സ്പൂൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു മിക്സ് നമുക്കിങ്ങനെ അതായത് മുങ്ങിക്കെടുക്കണം. അത്രയും നമുക്ക് തൈരോ മോരോ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ നമ്മുടെ കുക്കുംബർ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുക. വേണ്ടത് ഒരു 1 അവർ അല്ലെങ്കിൽ തലേദിവസം നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഒരു 1 അവറാണ് ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. അത്യാവശ്യം ഒരു ചെറിയൊരു തിക്ക് കൺസിസ്റ്റൻസി, എന്നാൽ വല്ലാണ്ട് ലൂസാക്കാതെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം 1 അവർ കഴിഞ്ഞപ്പോൾ ഈ പരിപ്പൊക്കെ ചെറുതായിട്ടൊന്ന് നമുക്കിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. വല്ലാണ്ട് ഇങ്ങനെ തളർന്നിട്ടുണ്ടാവില്ല. പക്ഷെ 1 അവർ തന്നെ ഈ മോരിലോ തൈരിലോ ഡിപ്പ് ചെയ്ത് വെക്കാം. നല്ല എഫക്റ്റീവാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അതിന് ശേഷം നമ്മൾ ഇതെടുത്തിട്ട് നേരെ മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കൺസിസ്റ്റൻസി ഓക്കെയാണ്. എനിക്കിപ്പോൾ ഇതിലേക്ക് വേറെ തൈരോ മോരോ ആഡ് ചെയ്യേണ്ട കാര്യം തോന്നിയില്ല കേട്ടോ. ആ ഒരു തിക്നെസ്സും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ഓക്കെ ആയിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഇത്തിരി കുറവായി, ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് തൈരോ മോരോ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കുക. ഇനി അരയ്ക്കുന്ന നേരത്ത് ഭയങ്കര തിക്കായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒന്നും ഒഴിച്ചിട്ടില്ല, 2 സ്പൂൺ തൈര് തന്നെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ്. നമുക്കിത് രാവിലെയും വൈകുന്നേരം അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാട്ടോ. പിഗ്മെൻറ്റേഷൻ, അതുപോലെ അവിടെ ഇവിടെ ഡിസ്കളറേഷൻ, അതേപോലെ നമ്മുടെ ഫേസിൽ അൺഈവൻ സ്കിൻ ടോൺ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർബായിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 2-3 ദിവസത്തേക്കൊക്കെ നമുക്ക് പറ്റും. കാരണം 2 നേരം ഇടുമ്പോൾ ഒരു 3 ദിവസത്തേക്കൊക്കെ പറ്റും. പിന്നെ നമ്മൾ വീണ്ടും റെഡിയാക്കാം കേട്ടോ. കുറേ അധികം റെഡിയാക്കിയിട്ട് അങ്ങനെ വെക്കാതെ പരമാവധി നമ്മൾ ഫ്രഷ് ആയിട്ട് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഈ പിഗ്മെൻറ്റേഷനൊക്കെ എപ്പോഴും ഫ്രഷ് പാക്കുകൾ ഉപയോഗിക്കുന്നത് നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫേസിൽ എല്ലാവിടെയും, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്ത് മാത്രമാണെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ നെക്കിൽ കൂടിയിട്ട് കൊടുക്കുക. നെക്കിലത്തെ ഡാർക്ക്നെസ്, അതുപോലെ തന്നെ എന്താ പറയുക, കറുപ്പ് കാര്യങ്ങളൊക്കെ, പിഗ്മെൻറ്റേഷൻ വന്നിട്ടുള്ള കറുപ്പ് ഉണ്ടാവുമല്ലോ, ഒക്കെ കുറയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്.
അപ്പോൾ ഏകദേശം നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് ഞാനിപ്പോൾ നെക്കിൽ ഇടുന്നില്ല കേട്ടോ, ഇട്ട് കാണിക്കുന്നില്ല. കാരണം ഓൾറെഡി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ പിന്നെ ഇനി വീണ്ടും ഇട്ട് ടീഷർട്ടൊക്കെ ഫുള്ള് ആകെ വൃത്തിയേടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാത്തത്. നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്കൊരു 20 മിനിറ്റ് കൊണ്ട് കാണാം. അപ്പോൾ ഏകദേശം ഈ ഒരു പാർട്ട് ഡ്രൈ ആകുമ്പോൾ നമുക്ക് സാധാരണ പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കുറച്ചൊരു, നമുക്കറിയാമല്ലോ കടലപ്പരിപ്പാണെങ്കിലും ചെറുപയറാണെങ്കിലും കുറച്ചൊന്ന് ഡ്രൈ ആക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഉരച്ച് എടുക്കാതെ ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുക. പതുക്കെ തന്നെ മസാജ് ചെയ്ത് ആ ഒരു പാക്കിനെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുക. ഏറ്റവും നല്ലത് നമ്മുടെ ക്ലെൻസിങ് പാഡ് വെച്ചിട്ട് ആദ്യം നനച്ച് കൊടുത്തിട്ട് ക്ലെൻസിങ് പാഡ് വെച്ചിട്ട് ഇതുപോലെ റിമൂവ് ചെയ്യുന്നതാണ്. അതെൻ്റെ ഒരു കുറേ കാലമായിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ക്ലെൻസിങ് പാഡ് ഉപയോഗിക്കുമ്പോൾ. നമ്മുടെ സ്കിന്നിനും കുഴപ്പമില്ല, പിന്നെ നല്ലൊരു നീറ്റ്നെസ് വരുന്നുണ്ട്. നമുക്ക് ആമസോണിൽ നിന്നും അങ്ങനെ എല്ലാ ഷോപ്പിംഗ് സൈറ്റിൽ നിന്നൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു ക്ലെൻസിങ് പാഡ്. അപ്പോൾ നല്ലൊരു ഗ്ലോ, അതുപോലെ തന്നെ സ്കിന്ന് ഭയങ്കരമായിട്ട് നല്ലൊരു നീറ്റായ മാതിരി നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇത് 2 നേരം ഇട്ട് കൊടുക്കുക, അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ 2 നേരം എന്തായാലും ഇടാം. പിന്നെ അലർജി ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ നിൽക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കിന്ന് നല്ല നാച്ചുറലി ഗ്ലോ ആയിട്ടും, അതേപോലെ നമ്മുടെ സ്കിന്നിലത്തെ അൺഈവനായിട്ടുള്ള സ്കിൻ ടോൺ, അതേപോലെ സ്കിന്നിലത്തെ ഇഷ്യൂസൊക്കെ കുറഞ്ഞ് പതുക്കെ നമുക്ക് വരുന്നത് ഒരു 2 വീക്സ് ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ച് ഏജ് ആകുമ്പോൾ വരുന്ന പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ടിനും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു മെത്തേഡ്. ഇതിൻ്റെ ഒരു മെത്തേഡാണ് നമുക്ക് ഒരു ഗുണം കിട്ടുന്നത്. അതായത് തൈരിലോ മോരിലോ ഡിപ്പ് ചെയ്ത് വെക്കുന്ന ആ ഒരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൽ അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മസ്റ്റായിട്ട് ജസ്റ്റ് 2 ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ മഞ്ഞൾ എല്ലാവർക്കും പറ്റണമെന്നില്ല, പറ്റുന്നവരൊക്കെ മഞ്ഞൾ ആഡ് ചെയ്യാം, എന്നിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പാക്ക് പ്രിപ്പയർ ചെയ്യണത്, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യണത് ഒക്കെ നമ്മൾ കണ്ടു. നല്ല കിടിലൻ സൂപ്പർ റിസൾട്ട് കിട്ടുന്ന നല്ല അടിപൊളി പാക്കാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 1-2 വീക്ക് ട്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം നമുക്ക് ഫേസിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അലർജി ഉണ്ടോ എന്ന് നോക്കുക. അലർജി ഉണ്ടോ നോക്കിയിട്ട് വേണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. കാരണം എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ചില ഇൻഗ്രീഡിയൻസ് ചിലർക്ക് സ്യൂട്ട് ആവാറില്ല. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അലർജി ഇല്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി 2 നമ്മൾ രാവിലെയും വൈകുന്നേരം പറ്റുന്നവർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം പറ്റുന്നവർ, ചിലർക്ക് എല്ലാ സമയവും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ നമ്മുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും റിസൾട്ട് പറയാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ നമുക്ക് കാണുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നുന്ന സൂപ്പർ സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ബ്രൈഡ്സിന്, അതായത് നമ്മുടെ കല്യാണങ്ങൾക്ക് ഒരുങ്ങുന്നവർക്ക്, അതുപോലെ നമുക്കൊരു സ്കിൻ ബ്രൈറ്റനിങ് ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് തുടരെ വരുന്നുണ്ട് ഓരോ ദിവസങ്ങളിലായിട്ട്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മുടെ വീഡിയോസ് 3:30 ആകുമ്പോൾ കാണാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.